നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കുന്നത് തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളമൊഴിഞ്ഞു തുടങ്ങി. അതിതീവ്ര മഴയിലും കടൽക്ഷോഭത്തിലും സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം വൈകിയെന്ന് വിമർശനം. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തിയും അതിതീവ്ര ന്യൂനമർദ്ദവുമാണ് കനത്ത മഴയ്ക്ക് കാരണമെന്ന് അധികൃതർ. ഇത് കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് ആക്ഷേപം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകളെയും വൃത്തിയാക്കാത്തതും ദുരിതത്തിനിടയാക്കി. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളമൊഴുകിപ്പോകാനായി അറപ്പ തുറന്നു. ജ്വല്ലറി കവർച്ചാശ്രമ കേസിൽ 2 പേർ പിടിയിൽ. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ജാഗ്രതയുടെ ഭാഗമായി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ചാലക്കുടി താലൂക്കിൽ മുപ്ലിയം അങ്കനവാടി, ചാവക്കാട് ഒരുമനിയൂർ അമൃത വിദ്യാലയം എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. തീരദേശത്ത് കടലേറ്റ ഭീഷണി ഒഴിഞ്ഞിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൽവുകൾ അടച്ചിട്ടില്ല. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. അതിരപ്പള്ളി, വാഴച്ചാൽ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്ക് തുടരുകയാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കും ഇന്ന് പ്രവർത്തിക്കുന്നില്ല. അതേസമയം മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിയുന്നത് ജനങ്ങൾക്ക് ആശ്വാസമായി മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നുകൂടി തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീവ്രമഴ കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരും. സംസ്ഥാനത്തൊട്ടാകെ 65 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 1465 പേർ ക്യാമ്പുകളിലുണ്ട്. മഴക്കെടുതിയിൽ 17 വീടുകൾ പൂർണ്ണമായും 127 വീടുകൾ ഭാഗികമായും തകർന്നു. ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തിയും അതിതീവ്ര ന്യൂനമർദ്ദവുമാണ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയ്ക്ക് കാരണം. അതേസമയം അതിതീവ്ര മഴയിലും കടൽക്ഷോഭത്തിലും സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം വൈകിയെന്ന് വിമർശനം. കഴിഞ്ഞ 2 ദിവസമായി അറബിക്കടലിൽ അതിതീവ്ര മഴ പെയ്യുകയാണ്. ഈ മേഘക്കൂട്ടങ്ങളുടെ ഏതാനും ഭാഗങ്ങൾ കരയിലേക്ക് കടന്നു. എന്നാൽ അറബിക്കടലിൽ പെയ്ത മഴയുടെ പകുതി അളവിൽ പോലും വെള്ളി, ശനി ദിവസങ്ങളിൽ പെയ്തില്ല. കടലിൽ രൂപം കൊണ്ട മഴമേഘങ്ങൾ പൂർണ്ണമായി കരയിൽ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ടാവുകയും ഡാമുകൾ കൂട്ടത്തോടെ തുറക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വൻ പ്രളയത്തിന് വഴിതെളിയിക്കുമായിരുന്നു. അതേസമയം പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായ ശേഷമാണ് പല ജില്ലകളിലും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. സാഹചര്യം ഗുരുതരമായ ശേഷം റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ഇത് തടസ്സമായി. മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല. ഇതിനെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പൊടുന്നനെയുള്ള കാലാവസ്ഥാ മാറ്റങ്ങളാണ് മുന്നറിയിപ്പുകൾ സങ്കീർണമാക്കുന്നതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് തൃശൂർ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതും ദുരിതത്തിനിടയാക്കി. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ദുരിതപ്പെയ്ത്തിനു ശേഷം മാനം തെളിഞ്ഞു. എന്നാൽ ആശങ്കയുടെ കാർമേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ല. ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപമാണ്. ഇന്നലെ ഈ പ്രദേശം മുഴുവൻ ശക്തമായ വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മഴ പെയ്യുമ്പോൾ വീണ്ടും ഇവിടെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാനകൾ ഉയർത്തി നിർമ്മിക്കാത്തതാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡായിരുന്നു. പക്ഷേ ഇന്നലെ ഇവിടെ ഓട്ടോറിക്ഷകൾ നിർത്തിയിടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത്രയധികം വെള്ളം കയറിയിരുന്നു. എങ്ങനെയാണ് ഇന്നലത്തെ ഒരു അവസ്ഥ? ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് വെള്ളക്കെട്ടുണ്ടോ? മഴ പെയ്ത സ്ഥിരമുണ്ട്. എന്താ ഇങ്ങനെ വെള്ളക്കെട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ചാല് ബ്ലോക്ക് തന്നെ, ചാല് ബ്ലോക്ക്. എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെ ആ കാലൊക്കെ നിറഞ്ഞ് അപ്പുറത്തും മൊത്തം വെള്ളം അവിടെ നിന്ന് വരുന്നു, കാറ്റത്തുനിന്ന്. അങ്ങനെ അറിയുള്ളൂ. ഇവിടെ ഓട്ടോറിക്ഷ വിളിക്കുക വെള്ളം കയറും.
കാനകളുടെ സ്ഥിതി വളരെ അപകടകരമായ രീതിയിലാണ്. പലയിടത്തും സ്ലാബുകളില്ല, കല്ലുകളും മണ്ണും വന്ന് അടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട രീതിയിലാണ്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണവും വെല്ലുവിളിയാകുന്നത്. ഇവിടെ ആളുകൾക്ക് ഇങ്ങനെ ചാടിക്കടന്ന് പോകേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. ക്യാമറമാൻ CB പോട്ടോറിനൊപ്പം KB ലിബീഷ്, TCV. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിനിടയാക്കിയത് കാന നിർമ്മാണത്തിലെ അശാസ്ത്രതയാണെന്ന് മുൻ മേയറും MLA-യുമായ രാജൻ ജെ പല്ലൻ പറഞ്ഞു. ADB വായ്പ ഉപയോഗിച്ച് 2005 നിർമ്മിച്ച കാന നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നതാണെന്ന് രാജൻ പല്ലൻ പറഞ്ഞു. നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കോർപ്പറേഷനുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. 2005-10 കാലഘട്ടങ്ങളിൽ അന്ന് പ്രൊഫസർ R ബിന്ദു മേയറായിരിക്കുമ്പോഴാണ് അവിടെ ADB ഫണ്ട് ഉപയോഗിച്ച് കാനകൾ പണിതത്. അന്നേ ഞങ്ങൾ നേരിട്ട് പറഞ്ഞിരുന്നു, കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലായിരുന്നില്ല കാനകൾ പണിതത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് കാനകൾ പണിതത്. അത് ശാസ്ത്രീയമായിരുന്നില്ല എന്നുള്ള അന്നേ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. തുടർച്ചയായിട്ട് അതിനുശേഷമുള്ള തുടർച്ചയായിട്ടുള്ള വർഷങ്ങള് തൃശൂർ പട്ടണത്തിലും ഉയർന്ന പ്രദേശങ്ങളിൽ പോലും വെള്ളം കയറാനുള്ള കാരണം ഇതാണ്. എന്തായാലും നമുക്കിനി കോടിക്കണക്കിന് രൂപ മുടക്കി പണിത കാനകള് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് പൊളിച്ചു കളഞ്ഞ് പുതിയ നിർമ്മിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോ തൃശൂർ പട്ടണത്തിലുള്ള കിക്കട്ടവർ റോഡ് അടക്കമുള്ള മുണ്ടൂപ്പന അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടായത്. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളം ഒഴുകിപ്പോകാനായി അറപ്പ തുറന്നു. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പുതിയ റോഡ് കടപ്പുറത്താണ് അറപ്പ തുറന്നത്. കനത്ത മഴയെ തുടർന്ന് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. പെരുന്തോട് ഉൾപ്പെടെയുള്ള തീരപ്രദേശത്തെ ജലസ്രോതസ്സുകൾ നിറഞ്ഞൊഴുകുന്ന വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്നതോടെ തീരമേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാകും. ഇക്കുറി എറിയാട് പഞ്ചായത്താണ് അറപ്പ തുറന്നത്. ശക്തമായ മഴയിൽ എടവിലങ്ങിൽ വീട് തകർന്നു. എടവിലങ്ങ് സൊസൈറ്റിക്ക് സമീപം രാമൻകുളത്ത് ശോഭനയുടെ വീടാണ് തകർന്നത്. ഓടുമേഞ്ഞ വീടിന്റെ അടുക്കളയും അടുക്കളയോട് ചേർന്ന മുറിയും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഴയന്നൂർ 18-ാം വാർഡിലെ കുമ്പളക്കോട് 106-ാം നമ്പർ അംഗനവാടിയിൽ വെള്ളം കയറി. തൊട്ടടുത്തുള്ള തോട് കരകവിഞ്ഞതാണ് അംഗനവാടിയിൽ വെള്ളം കയറാൻ കാരണം. അവധിയായതിനാൽ അംഗനവാടിയിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും ഉണ്ടായിരുന്നില്ല. മറ്റത്തൂർ പഞ്ചായത്തിലെ നീരാട്ടുകുഴി പ്രദേശത്ത് 3 വീടുകൾ വെള്ളക്കെട്ടിലായി. വെള്ളിക്കുളം വലിയ തോടിനോട് ചേർന്നുള്ള 3 വീടുകളാണ് വെള്ളക്കെട്ട് ഭീഷണിയിലുള്ളത്. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. സർക്കാരിൽ നിന്ന് ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിച്ച 3 വീടുകളാണ് ഇവിടെയുള്ളത്. സമീപത്തെ തോടിന്റെ ബണ്ട് ഇടിഞ്ഞുപോയതാണ് വീടുകളിലേക്ക് വെള്ളം കയറാനിടയാക്കിയത്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടിലമർന്ന ചാവക്കാട് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും വെള്ളം പൂർണ്ണമായി ഇറങ്ങി. മഴയുടെ ശക്തി കുറഞ്ഞതോടെയാണ് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞതും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയതും. പഞ്ചാരമുക്ക്, ഏനമാവ് റോഡ്, ഗുരുവായൂർ കുന്നംകുളം റോഡ്, ദേശീയപാത സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളം കയറി വാഹനഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. മേഖലയിലെ ഗതാഗതവും ദൈനംദിന ജീവിതവും തടസ്സപ്പെട്ടു. പ്രദേശത്തെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ശക്തമായ മഴയിൽ വരന്തരപ്പള്ളി കാരികുളം കടവിൽ തെങ്ങ് കടവഴുകി വീടിന് മുകളിൽ വീണു. ആർക്കും പരിക്കില്ല. പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ശനിയാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തെങ്ങ് വീണത്. തിരുവല്ലോമല മലേശമംഗലത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീണ് വൈദ്യുതി തൂണൊടിഞ്ഞു. ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. പാലം നിർമ്മാണം നടക്കുന്ന തയ്യൂർ ആലിക്കൽച്ചിറ പ്രദേശത്ത് പുഴ കരകവിഞ്ഞു. പഴയ പാലം പൊളിച്ചതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചു. പുഴയിൽ വെള്ളം ഉയർന്ന് ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചത്. മുൻപ് പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക ബണ്ട് റോഡ് ജൂൺ മാസത്തിലുണ്ടായ കനത്ത മഴയിൽ തകർന്നിരുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത്. നടപ്പാലത്തിന്റെ 2 വശവും അടച്ചുകെട്ടി പൊട്ടിയ ബണ്ട് റോഡിന്റെ അവശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ സാധിക്കാത്ത തുടർന്നാണ് ഈ ഭാഗത്ത് പുഴ കരകവിഞ്ഞൊഴുകുന്നത്. മഴ തുടർന്നുകൊണ്ടുള്ള വീട്ടുകാർ ആശങ്കയിലാണ്. പാലത്തിന്റെ മെയിൻ സ്ലാബിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചിരുന്നെങ്കിലും പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് പ്രവർത്തനങ്ങൾ വീണ്ടും തടസ്സപ്പെട്ടു. കോൺക്രീറ്റിന് വേണ്ടി കെട്ടിയ കമ്പുകളോട് ചേർന്നാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്.
മാളയിലെ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങൾ മുരേന്ദ്രൻ എന്നിവർ സന്ദർശിച്ചു. ചാലക്കുടി പുഴയിലെ കണക്കൻകടവ് ഷട്ടറും മന്ത്രിയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. ഷട്ടറുകൾ തകരാറിലായതുമൂലം ഉയർത്താൻ കഴിയാത്ത അവസ്ഥയും ജനപ്രതിനിധികളും മറ്റ് പൊതുപ്രവർത്തകരും കളക്ടറെ ബോധ്യപ്പെടുത്തി. എറണാകുളം ജില്ലാ കളക്ടറുമായി സംസാരിച്ച് ഷട്ടർ ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ ശിഖാ സുരേന്ദ്രൻ ഉറപ്പ് നൽകി. ജില്ലയിലെ പൊതുവെയുള്ള വെള്ളപ്പൊക്ക സാധ്യതകളും സാഹചര്യങ്ങളും ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഒ ജെ ജനീഷുമായി ചർച്ച നടത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ തുടങ്ങിയവരുമൊപ്പമുണ്ടായിരുന്നു. കനത്ത മഴയിൽ തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണു. റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കാലപ്പഴക്കം ചെന്ന മതിൽ പുതുക്കി പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ ചെവിക്കൊണ്ടിരുന്നില്ല. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗം ഷീബ നികേഷ് എന്നിവർ സ്ഥലത്തെത്തി മതിലിടിഞ്ഞ സംഭവത്തിൽ എത്രയും വേഗം നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. തൃശൂർ വടക്കേക്കാട് ജ്വല്ലറി മോഷണാശ്രമ കേസിൽ 2 പ്രതികൾ പിടിയിൽ. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ചയാണ് പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണശ്രമം നടന്നത്. ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർ കുത്തിപ്പൊളിക്കുന്നതിനിടെ ലോക്കർ മുറിയിലെ അലാറം മുഴങ്ങിയതിനെ തുടർന്ന് മോഷ്ടാക്കൾ കടന്നുകളയുകയായിരുന്നു. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചുമർ തുറന്ന ഭാഗത്തുകൂടെ ഒരാൾ അകത്തേക്ക് കയറുന്നത് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. മോഷ്ടാവ് ലോക്കറിന് സമീപം എത്തിയ ഉടൻ ജ്വല്ലറി ഉടമ തലക്കോട്ട് റോയിയുടെ മൊബൈലിൽ അലാറം അടിക്കുകയും ചെയ്തിരുന്നു. തൃശൂർ റൂറൽ പോലീസ് ജില്ലയുടെ ഈ വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിനാഘോഷ പരിപാടികൾ ചേർപ്പ് GVHS സ്കൂളിൽ നടന്നു. മന്ത്രി ഒ ജെ ജനീഷ് ചടങ്ങിൽ സെറിമോണിയൽ പരേഡ് സല്യൂട്ട് സ്വീകരിച്ച് പതാക ഉയർത്തി. തൃശൂർ റൂറൽ അഡീഷണൽ SP VA കൃഷ്ണദാസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം തൂഫാൻ ബാഡ്ജ് മന്ത്രിക്ക് കൈമാറി. സ്കൂളിലെ നവീകരിച്ച SPC ഓഫീസിന്റെ ഉദ്ഘാടനവും ജില്ലാ പോലീസ് മേധാവി നിർവഹിച്ചു. ഗീതാ ഗോപി MLA, ഇരിങ്ങാലക്കുട DYSP സന്തോഷ് കുമാർ M, ചേർപ്പ് SHO മനോജ് KM, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. പോർക്കുളം പഞ്ചായത്തിലെ ആശാരിത്തോട്ടിൽ മാലിന്യങ്ങൾ നിറയുന്നു. മുണ്ടകൻ പാടത്തേക്ക് വെള്ളമെത്തിക്കുന്ന പ്രധാന തോട്ടിലാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത്. തോട്ടിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പലയിടത്തും കെട്ടിക്കിടക്കുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും ആശാരിത്തോട്ടിലേക്ക് ഒഴുക്കുന്നതായും പരാതിയുണ്ട്. അക്കിക്കാവ്, അഗതിയൂർ, അയ്യപ്പറമ്പ് വഴി ഒഴുകുന്ന ആശാരിത്തോട് വേദക്കാട് പാടത്തേക്കാണ് എത്തുന്നത്. നൂറുകണക്കിന് മുണ്ടകൻ കർഷകർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ തോടിനെയാണ്. മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ കർഷകർ ദുരിതത്തിലായി. തോട് വൃത്തിയാക്കുകയും മാലിന്യം തള്ളുന്നത് തടയുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെൺകുട്ടിയെ ശാരീരികോപദ്രവം ഏൽപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ലോമല കാരക്കാപ്പാടം VK നിവാസിൽ അർജുനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്നാപ്ചാറ്റ് വഴി പ്രതി പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. തുടർന്നാണ് ഒറ്റപ്പാലത്ത് വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചത്. പഴയന്നൂർ CI സുധീലാലിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനീഷ്, അനൂപ് എന്നിവരടങ്ങുന്ന സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയപാത 5-കല്ല് ഓവർബ്രിഡ്ജിന് സമീപം അപകടകരമായ രീതിയിൽ വിള്ളലുകൾ രൂപപ്പെട്ടു. ചേറ്റുവയിൽ നിന്നും വാടാനപ്പള്ളിയിലേക്ക് പോകുന്ന ഭാഗത്താണ് നീളത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടത്. മഴ ശക്തമാകുമ്പോൾ വെള്ളം ഈ വിടവുകളിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങി റോഡ് ഇടിയാൻ സാധ്യതയുണ്ട്. സർവീസ് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഇത് അപകട ഭീഷണിയാകുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ പറഞ്ഞു. ഹിന്ദു ഇക്കണോമിക് ഫോറം തൃശൂർ ജില്ലാ ചാപ്റ്ററിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് അയ്യന്തോളിൽ നടന്നു. ശങ്കരൻകുളങ്ങര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന ചടങ്ങ് വേൾഡ് ഹിന്ദു ഇക്കണോമിക് ഫോറം സ്ഥാപകൻ സ്വാമി വിജ്ഞാനാനന്ദ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ P നിതീഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ TKR പിള്ള, ഹിന്ദു ഇക്കണോമിക് ഫോറം ദേശീയ കോർഡിനേറ്റർ ശിവപ്രസാദ്, സംസ്ഥാന പ്രസിഡന്റ് ഹരികുമാർ, സംസ്ഥാന ട്രഷറർ സുഭദ്ര ശൂരപാണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ബിനീഷ്, തൃശൂർ ചാപ്റ്റർ സെക്രട്ടറി NV ബാബുരാജ്, ട്രഷറർ TR സതീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി സംഘടനയുടെ യുവ പദ്ധതി ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടന്നു.
തെക്കുംകര പഞ്ചായത്തിലെ കല്ലമ്പാറ പ്ലാനി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കനാലിനോട് ചേർന്ന് കിടക്കുന്ന റോഡായതിനാൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കല്ലമ്പാറ സ്കൂൾ വിദ്യാർത്ഥികൾ ഈ വെള്ളക്കെട്ടിലൂടെ നടന്നു പോകുന്ന സാംക്രമിക രോഗങ്ങൾ പടരാൻ ഇടയാക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, മുഹമ്മദ് സാബിദ്, അഡ്വക്കേറ്റ് അബ്ദുൾ മുനീർ, ഫാത്തിമ റമീസ് എന്നിവർ സംഭവത്തിൽ പ്രതിഷേധിച്ചു. ഒല്ലൂരിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. ഒല്ലൂരിലെ മിഡാസ് ആശുപത്രിക്ക് സമീപമുള്ള ഹോട്ടലിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത്. പെരിഞ്ഞനം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നതായി പരാതി. പെരിഞ്ഞനം വെസ്റ്റിലെ ഹരിതം ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. വിളവെടുക്കാറായ 30ഓളം നേന്ത്രവാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കൂർക്ക, വഴുതന എന്നിവയുൾപ്പെടെ മറ്റ് കൃഷികളും കുത്തിമറിച്ചിട്ടു. കാട്ടുപന്നികളുടെ ശല്യം മൂലം കൃഷി തുടരാൻ പോലും ബുദ്ധിമുട്ടാണെന്നും അടിയന്തരമായി കാട്ടുപന്നികളെ തുരത്തുന്നതിനും കർഷകർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കാട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF പ്രവർത്തകർ മാർച്ച് നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം UDF സർക്കാർ വെട്ടിക്കുറച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AJ ബേബി അധ്യക്ഷത വഹിച്ചു. LDF കൺവീനർ NB പവിത്രൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV വിജീഷ്, കേരള കോൺഗ്രസ് നേതാവ് ജൂലിയസ് ആന്റണി, കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PS മനു, CPI ലോക്കൽ സെക്രട്ടറി ജോജു എന്നിവർ സംസാരിച്ചു. കൊടകര ടൗണിൽ ഏറെക്കാലമായി പ്രവർത്തനമില്ലാതെ കിടന്നിരുന്ന IP ശുചിമുറികളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. നവീകരിച്ച ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത്. നവീകരിച്ച ശുചിമുറികളുടെ പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ പൊന്മിനിശ്ശേരി എന്നിവർ സംസാരിച്ചു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിലും ഡോൺ ബോസ്കോ സ്കൂളിന് സമീപത്തും കൊടകര ഗാന്ധി നഗറിലുമായാണ് IP ടോയ്ലറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച സ്വരം കാവ്യാഞ്ജലി ശ്രദ്ധേയമായി. കാവാലം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ, ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, കവി അനിൽകുമാർ കോലഴി, സാഹിതി ഡയറക്ടർ അപർണ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. എന്നെ സംബന്ധിച്ച് അഭിമാനകരമല്ലെന്നോ കേട്ടിട്ടില്ലേ തുടി കൊട്ടും കലന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ സമ്മേളനം മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, PK ഷാഹുൽ ഹമീദ്, കരീം പന്നിത്തടം, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഫസലുദ്ദീൻ ഖമറിന് ശിഹാബ് തങ്ങൾ സ്മാരക എക്സലൻസി പുരസ്കാരവും ഡോക്ടർ സജന മുഹമ്മദ് അലിക്ക് ശിഹാബ് തങ്ങൾ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരവും നൽകി ആദരിച്ചു. മറ്റത്തൂർ മാങ്കുറ്റിപ്പാടം വാർഡ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമവും ഔഷധക്കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു. മാങ്കുറ്റിപ്പാടം ഗ്രാമമന്ദിരത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ് പ്രസിഡന്റ് നന്ദകുമാർ ചക്കമല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശ്രീജ പ്രബീഷ്, വയോജന ക്ലബ് സെക്രട്ടറി OP ജോണി, മുരളി കാട്ടുങ്ങൽ, AK മല്ലിക, നാഥൻ ചക്കമല്ലിശ്ശേരി, ജാഗ്രതാ സമിതി കൺവീനർ ദിൽജ തുടങ്ങിയവർ സംസാരിച്ചു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് പുത്തൂർ ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ 3ാമത് പദയാത്ര സംഘടിപ്പിച്ചു. പുത്തൂർ ഫൊറോന പള്ളി അങ്കണത്തിൽ നിന്നാരംഭിച്ച പദയാത്ര മാർ ബോസ്കോ പുത്തൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ അധ്യക്ഷത വഹിച്ചു. MLA രാജൻ പല്ലൻ, ഫാദർ പ്രിൻസ് നായങ്കര, ഫാദർ സെബി വെളിയൻ, ഫൊറോന കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിലേക്കാണ് പദയാത്ര സംഘടിപ്പിച്ചത്. അഭിവാദ്യം ചെയ്യണമേ. വിവിധ ഇടവകകളിലെ വിശ്വാസ പരിശീലന പ്രധാന മായന്നൂർ വെറ്റിനറി ഡിസ്പെൻസറിയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി, ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിൻസി, കൊണ്ടാഴി പഞ്ചായത്ത് അംഗങ്ങളായ PR വിശ്വനാഥൻ, MP ശശികുമാർ, മായന്നൂർ വെറ്റിനറി സർജൻ ചിത്ര ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച തിരുവല്ലോമല വില്വാ സ്മൃതിയുടെ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. തിരുവല്ലോമല ഗ്രാമീണ വായനശാലയുടെയും ബാലവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് തിരുവല്ലോമല ടൗൺ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തുള്ള വില്വാ സ്മൃതിയുടെ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, വായനശാല സെക്രട്ടറി ബാബു പരശുറാം, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, ബാലവേദി സെക്രട്ടറി ജാനകി, വൈസ് പ്രസിഡന്റ് രാംകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് തായംകുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജു സൈറാം അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട്, KR സിദ്ധാർത്ഥൻ, CN പ്രേംഭാസി എന്നിവർ സംസാരിച്ചു. KPCC അംഗങ്ങളായ MK അബ്ദുൽ സലാം, DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, DCC ജനറൽ സെക്രട്ടറിമാരായ KK അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തങ്കോട് മേരിമാത ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 9 രാവിലെ നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ടോണി കാക്കശ്ശേരി കാർമ്മികത്വം വഹിക്കുമെന്ന് വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ എന്നിവർ അറിയിച്ചു. മനക്കുടി നമ്പോർക്കാവ് ദേവസ്വത്തിന്റെയും ശ്രീഭദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ മുൻ ദേവസ്വം പ്രസിഡന്റും ട്രസ്റ്റ് സ്ഥാപകനുമായ കറുത്തേതിൽ കൃഷ്ണൻകുട്ടി അനുസ്മരണ യോഗവും ചികിത്സാ സഹായ വിതരണവും നടത്തി. അരുമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നമ്പോർക്കാവ് ദേവസ്വം പ്രസിഡന്റ് രാമചന്ദ്രൻ കറുത്തേതിൽ അധ്യക്ഷത വഹിച്ചു. 21 പേർക്കാണ് ചികിത്സാ സഹായധനം കൈമാറിയത്. വാർഡ് മെമ്പർ ഷൈല സുനിൽ, രവി കറുത്തേതിൽ, ഗോപി അറയ്ക്കൽ, സുഗതൻ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. കഴിഞ്ഞ അധ്യയന വർഷം അരിമ്പൂർ 17-ാം വാർഡിൽ നിന്നും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ CPM കൈപ്പിള്ളി കിഴക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ KR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ്, അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NC സതീഷ്, CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം KK ശശിധരൻ, അരിമ്പൂർ ലോക്കൽ സെക്രട്ടറി KM ഗോപിദാസൻ, ബ്രാഞ്ച് സെക്രട്ടറി KK വാരിജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാവ് പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളിന് കൊടിയേറി. ഫാദർ ഡോക്ടർ ടോണി കൊള്ളന്നൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഓഗസ്റ്റ് 14, 15 തീയതികളിലാണ് ദർശന തിരുനാൾ. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, ഡീക്കൻ പ്രിൻസ് ജോസഫ് ആറുക്കാക്കൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത വഹിച്ചു. കുന്നംകുളം ഗാന്ധിനഗറിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കാണിപ്പയ്യൂർ വീട്ടിൽ പ്രദീപിന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. സംഭവ സമയത്ത് ഡയാലിസിസ് രോഗിയായ പ്രദീപും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് ഹിന്ദി ഭാഷാ സാഹിത്യത്തിൽ PhD ബിരുദം നൽകിയ മികച്ച ഗവേഷണ പ്രബന്ധത്തിലൊന്നിന് നൽകുന്ന വികൽപ്പ് അനുസന്ധാൻ പുരസ്കാരത്തിന് ഡോക്ടർ GS ഷിഗേഷ് അർഹനായി. 3 വർഷത്തിലൊരിക്കലാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. രണ്ടാമത് വികൽപ്പ് അനുസന്ധാൻ പുരസ്കാരമാണ് ഡോക്ടർ ഷിഗേഷിന് നൽകുന്നത്. 20,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് വടകര വൈക്കിലശ്ശേരി സ്വദേശിയായ ഡോക്ടർ ഷിഗേഷ് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ് PhD നേടിയത്. വടകര ഓർക്കാട്ടേരി KKM ഗവൺമെന്റ് VHS അധ്യാപകനാണ്. ശനിയാഴ്ച പുതൂർക്കരയിലെ വികൽപ്പ് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പ്രസിദ്ധമായ കോഴിക്കുളങ്ങര പൂജ ഭക്തിനിർഭരമായി നടന്നു. കൊടുങ്ങല്ലൂർ ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിനിധി സംഘം പുഴ കടന്ന് കോഴിക്കുളങ്ങരയിലെത്തി വാർഷിക പൂജ നിർവഹിച്ചു. ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ ദാരുബിംബം കോഴിക്കുളങ്ങരയിലെ വരിക്കപ്ലാവിൽ നിന്നാണ് കൊത്തിയെടുത്തതെന്ന ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് കോഴിക്കുളങ്ങര പൂജ. കർക്കിടക മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ചടങ്ങ് നടക്കുന്നത്. കാവിൽക്കടവിൽ നിന്ന് വഞ്ചിയിൽ പുഴ കടന്ന് കോഴിക്കുളങ്ങരയിലെത്തിയ സംഘം പാച്ചാമ്പള്ളി രമേശൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 1 വർഷത്തേക്കുള്ള പ്രത്യേക പൂജകൾ നിർവഹിച്ചു.
മന്ത്രി ഒ ജെ ജനീഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ സുരേഷ് ബാബു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ AP സുരേഷ് കുമാർ, ദേവസ്വം മാനേജർ K വിനോദ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ ഭരതൻ എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പൂജിച്ച ഓട് സമർപ്പണവും നടന്നു. ചടങ്ങുകൾക്ക് ദേവസ്വം ഓഫീസർ T സുരേഷ് കുമാർ, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി മുരാരി വെളമ്പത്ത്, പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഏനമാവ് തെക്കേക്കൊഞ്ചിറ കോൾപ്പടവ് വാർഷിക പൊതുയോഗം വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് PS അബ്ദുൾ അക്ബർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP ജോസഫ്, PK കുഞ്ഞുബാബു ഹാജി, TI ജോബി, PA ഹാരിസ്, PB മുഹമ്മദ്, PV സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. കാക്കശ്ശേരി വൈരിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. മേൽശാന്തി പ്രിനിൽ ചേർത്തല പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വടക്കുംനാഥൻ, ശിവൻ പണിക്കവീട്ടിൽ, ശ്രീഭദ്ര എന്നീ ആനകൾ പങ്കെടുത്തു. സൗഹൃദ സമുദായത്തിന്റെ നേതൃത്വത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PA ബാലൻ, PA സുരേന്ദ്രൻ, മുരളി പുതുമനശ്ശേരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി വാണിജ്യം. സൗന്ദര്യത്തിനും ശാലീനതയ്ക്കും പുതിയ ഭാവങ്ങൾ സമ്മാനിച്ച് അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ സേവനങ്ങളുമായി നുവാൻസ് ആസ്തെറ്റിക്സ് അയ്യന്തോൾ പഞ്ചിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്ലാസ്റ്റിക് സർജറി ENT രംഗത്തെ 5 വിദഗ്ധ ഡോക്ടർമാരുടെ സാരഥ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ച നുവാൻസ് ആസ്തെറ്റിക്സ് പ്രീമിയം കോസ്മെറ്റിക് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. സിനിമാ താരം ഗായത്രി R സുരേഷ് ലേസർ ചികിത്സാ വിഭാഗം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ മാഫി ഡെൽസൺ, നുവാൻസ് ആസ്തെറ്റിക്സ് ക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോഷിത്, പാർട്ട്നേഴ്സായ ഡോക്ടർ പ്രിൻസ്, ഡോക്ടർ അജയ്, ഡോക്ടർ സാലിസൺ, ഡോക്ടർ വിദ്യ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡെർമറ്റോളജി, കോസ്മെറ്റോളജി, പ്ലാസ്റ്റിക് സർജറി എന്നീ വിഭാഗങ്ങളുടെ അത്യാധുനിക സാധ്യതകൾ സൗന്ദര്യ സങ്കല്പങ്ങൾക്കിണങ്ങും വിധം സമന്വയിപ്പിക്കുന്നതാണ് നുവാൻസ് ആസ്തെറ്റിക്സിന്റെ പ്രവർത്തന രീതി. ഫാഷ്യൽ ആസ്തെറ്റിക്സ് ആയ ബോട്ടോക്സ് ആൻഡ് ആന്റി റിങ്കിൾ ട്രീറ്റ്മെന്റ്, ഡെർമൽ ഫില്ലേഴ്സ്, സ്കിൻ ബൂസ്റ്റേഴ്സ്, PRP ഫോർ ഫേസ്, കെമിക്കൽ പീൽസ്, ഹൈഡ്രാ ഫേഷ്യൽ, സ്കിൻ ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ് ആയ ലേസർ ഹെയർ റിഡക്ഷൻ, പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്, അക്നെ ആൻഡ് അക്നെ സ്കാർ ട്രീറ്റ്മെന്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രാക്ഷണൽ ലേസർ, ടാറ്റു റിമൂവൽ, മോൾ ആൻഡ് സ്കിൻ ടാഗ് റിമൂവൽ, GFC ഹെയർ റിസ്റ്റോറേഷൻ, PRP ഹെയർ തെറാപ്പി, ഹെയർ ലോസ് ഇവാലുവേഷൻ, ഹെയർ ഗ്രോത്ത് ട്രീറ്റ്മെന്റ് തുടങ്ങിയവയ്ക്ക് ഇവിടെ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ സേവനം ലഭ്യമാണ്. US FDA അംഗീകൃത ടെക്നോളജികൾ, ബോർഡ് സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ്, പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്, മോഡേൺ ആസ്തെറ്റിക് ഫെസിലിറ്റി, എത്തിക്കൽ നാച്ചുറൽ ലുക്കിംഗ് റിസൾട്ട്സ് എന്നിവ നുമാൻ ആസ്തെറ്റിക്സിന്റെ സവിശേഷതയാണ്. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും 9072733377. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. കുരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നത് തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു തുടങ്ങി. അതിതീവ്ര മഴയിലും കടൽക്ഷോഭത്തിലും സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം വൈകിയെന്ന് വിമർശനം. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തിയും അതിതീവ്ര ന്യൂനമർദ്ദവുമാണ് കനത്ത മഴയ്ക്ക് കാരണമെന്ന് അധികൃതർ.
തൃശൂർ നഗരത്തിൽ വെള്ളക്കെട്ടിനിടയാക്കിയത് കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണമാണെന്ന ആക്ഷേപം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതും ദുരിതത്തിനിടയാക്കി. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളം ഒഴുകിപ്പോകാനായി അറപ്പ തുറന്നു. വടക്കേക്കാട് ജ്വല്ലറി കവർച്ചാശ്രമ കേസിൽ 2 പേർ പിടിയിൽ. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.